ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ദൈവനാമത്തിൽ ഒരു നല്ല നമസ്കാരം പറയുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നെ കാണുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ സഹോദരങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് നിത്യജീവനെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം, എങ്കിലും എൻ്റെ ചെറിയ അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെന്നെ കേൾക്കുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ ആര് കേട്ടാലും എല്ലാവർക്കും അത് അപ്ലൈ ആണ്. ഇത് ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നിത്യജീവന് എല്ലാവർക്കും ദൈവം കരുതി വച്ചിരിക്കുന്ന കാര്യമാണ്. അതിൽ ജാതി വർഗം വർണ്ണം ഭേദം ഒന്നുമില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് നിത്യജീവൻ. അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവ സ്നേഹത്തിൻ്റെ പ്രത്യേകത ആദ്യമായിട്ട് എന്താണെന്ന് നമ്മൾ അറിയുന്നത് നല്ലതാണ്. അവന് എല്ലാത്തിനെയും അധികമായിട്ട് മനുഷ്യരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഈ സകല സൃഷ്ടി, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു ദൈവം, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു, അവസാനം മനുഷ്യനെയും സൃഷ്ടിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് അവൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ്. അത് ദൂതന്മാരെ കഴിഞ്ഞു ഒരല്പം മാത്രം താഴ്ത്തിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം ഏറ്റവും അധികം സ്നേഹിച്ച അവൻ്റെ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. നമുക്ക് ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനോടൊപ്പം ഹവ്വയോടൊപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ഈവനിങ്ങിൽ അവർ മീറ്റ് ചെയ്തിരുന്നതായിട്ടും അവർ നടക്കാൻ പോയിരുന്നതായിട്ടൊക്കെ നമുക്കറിയാം. എന്തായാലും ഏറ്റവും കൂടുതൽ ദൈവത്തിന് ഇഷ്ടവും സ്നേഹവും ഉള്ളത് മനുഷ്യരോടാണെന്നുള്ളതാണ്. അപ്പോൾ അവന് എത്രമാത്രം അടുക്കാൻ ശ്രമിക്കുന്നോ മനുഷ്യൻ അത്രമാത്രം അവനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ഈ ലോകത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ നാം ക്രിസ്തുവിലായിരിക്കണം. നാം അവനിലും അവൻ്റെ സ്നേഹത്തിലും വചനത്തിലും ജീവിക്കണം. എങ്കിലേ നമുക്ക് ദൈവവുമായിട്ടുള്ള ആ ഐക്യത ഉണ്ടാകത്തുള്ളൂ. ദൈവമായിട്ട് നമുക്ക് എങ്ങനെ അടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആദ്യം നാം ക്രിസ്തുവിനെ സ്വീകരിക്കണം, ക്രിസ്തുവിലായിരിക്കണം, വചനത്തിൽ ജീവിക്കണം, അവൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം, അവൻ്റെ സ്നേഹത്തിൽ ജീവിക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീനെന്നാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അന്യോന്യം സ്നേഹിച്ച് കഴിയുമ്പോൾ തന്നെ ഈ ലോകം എത്രയോ നല്ല ഒരു രീതിയിലേക്ക് മാറുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഒരു ശത്രുത മനോഭാവമോ അല്ലെങ്കിൽ വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 2:25 പറയുന്നത് നിത്യജീവൻ തന്നെ അവൻ നമുക്ക് തരുന്ന വാഗ്ദത്തം എന്നത്. അവനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണം കൊണ്ട് തീരുന്നതല്ല. നമ്മൾ മരിച്ചിവിടെ അടക്കപ്പെട്ടാലും നമ്മുടെ ജീവന്, നമ്മുടെ ദൈവം തന്നതായ ആ സ്പിരിറ്റ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മരണത്തിന് ശേഷവും ഒരു ജീവിതം ഉണ്ടെന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. അതാണ് അവൻ മരിച്ചാലും ജീവിക്കുന്നത്. അതായത് ദൈവം തന്നിരിക്കുന്ന ആ ഒരു വാഗ്ദത്തമാണ് നിത്യജീവൻ എന്നുള്ളത്. അത് എങ്ങനെ പ്രാപിക്കാമെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 3:15 പറയുന്ന അവനിൽ നമ്മൾ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വിശ്വാസം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. വിശ്വസിച്ച് കഴിയുമ്പോൾ അവന് രക്ഷ ഉണ്ടാകുന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന രക്ഷാമാർഗം, സാൽവേഷൻ, അതിൽ കൂടെ അവന് നിത്യജീവൻ ലഭിക്കുന്നു. എഫേസ്യർ ലേഖനം 2:1 പറയുന്ന പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ച് നമ്മെ ജീവനിലേക്ക് കൊണ്ടുവന്നു. പാപത്തിൽ നിന്ന് മരിച്ച് നമ്മളെ കൈപിടിച്ച് ഉയർത്തി
അവനാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീരുകയാണ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ നമ്മൾ പുറമേ നമ്മൾ മരിക്കുന്നില്ല. നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു. ആ മരിച്ചവരായിരുന്നു നമ്മളെ ദൈവം കൈപിടിച്ച് ഉയർത്ത് നമുക്കൊരു പുതിയ ജീവനെ തന്ന് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. റോമാലേഖനം 10:9 പറയുന്ന രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് നമ്മളുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുക. കർത്താവിനെ നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് അവനെ ഏറ്റുപറയണം. ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിൽ ആണ് നിത്യജീവൻ ആരംഭിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നിത്യജീവൻ നമ്മളിൽ ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നത് എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കുന്നതെന്നാണ്. ഏകസത്യമായ ദൈവത്തെ അറിയുന്നതും അവൻ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതുമാണ് നിത്യജീവൻ. അപ്പോൾ നിത്യജീവൻ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ ഏക സത്യമായ ദൈവത്തെ അറിയുന്നതും അവൻ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. പൂർണ്ണമായും വിശ്വസിച്ച് അവനെ അറിഞ്ഞ് ജീവിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. നമ്മൾ വെറുതെ യേശുവിനെക്കുറിച്ച് കേട്ടുകൊണ്ട് കാര്യമില്ല. യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 5:39 ദൈവവചനം ശോധന ചെയ്യുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. അത് ഒരു അമൂല്യമായ നിധിയായിട്ടാണ് ദൈവവചനത്തെ കണക്കാക്കുന്നത്. ആ ദൈവവചനം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും കരങ്ങളിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ആണെങ്കിൽ ഇന്ന് ഏത് മീഡിയയിൽ നോക്കിയാലും ഏത് ചാനലിൽ നമുക്ക് എവിടെ സെർച്ച് ചെയ്താലും ഗൂഗിള് എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ വചനം നമുക്ക് കരങ്ങളിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ദൈവവചനം ശോധന ചെയ്യണം. നമ്മൾ കേട്ടാൽ മാത്രം പോരാ, അത് ശരിയാണോ, അത് പറഞ്ഞത് ശരിയാണോ, അല്ലാതെ അങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ വിലയിരുത്തണം. പക്ഷേ അത് ശോധന ചെയ്യുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. അതൊരു വലിയ അമൂല്യമായ നിധിയായിട്ട് അതിനെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ സൂക്ഷിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിത്യജീവൻ്റെ വഴികൾ അത് ദൈവത്തിൻ്റെ പക്കലാണുള്ളത്, യേശുവിൻ്റെ പക്കലാണുള്ളത്. ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അവനെ ഫോളോ ചെയ്തിരുന്നവരൊക്കെ കുറേ പേര് അവന് എൻ്റെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഫോളോ ചെയ്യാനൊക്കെ കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവനെ വിട്ടുപോയതായിട്ട് നമുക്കറിയാം. അപ്പോൾ ശിഷ്യന്മാർ മാത്രം അവശേഷിച്ചപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും അവരെ പോലെ പോണെങ്കിൽ പൊക്കോളാം. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നിത്യജീവൻ്റെ വഴികൾ നിൻ്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകുമെന്ന് പത്രോസ് പറയുകയാണ്. അപ്പോൾ ദൈവശബ്ദമാണ് ദൈവവചനം. അതുപോലെ തന്നെ നാം വിനയ മനോഭാവത്തോടെ ദൈവവചനം സ്വീകരിക്കണം. അപ്പോൾ വിനയമുള്ളിടത്ത്, താഴ്മയുള്ളിടത്ത് ദൈവം പ്രസാദിക്കത്തുള്ളൂ, ദൈവം കടന്നു വരത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ വിനയപ്പെട്ടെങ്കിൽ മാത്രമേ അത് വിനയഭാവത്തോടെ വിനയമുള്ള മനോഭാവത്തോടെ നമ്മൾ ദൈവവചനം സ്വീകരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ഇത് നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം എന്നുള്ള, അതുവരെയും അവസാനം വരെയും അനുഗമിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. അവൻ പരലോകത്തിൽ ചെന്നാലും അവന് വീണ്ടും ദൈവത്തോടു കൂടിയുള്ള ജീവിതമാണ് ഉള്ളത്. അവന് ശിക്ഷാവിധിയിൽ അകപ്പെടുന്നില്ല. യേശുവിനെ സ്വീകരിച്ച ആർക്കും തന്നെ ഇപ്പോൾ ശിക്ഷാവിധിയില്ലെന്നുള്ളതാണ്. ദൈവശബ്ദം കേട്ടുകൊണ്ട് അവനെ അനുസരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ക്രിസ്തുവിനെ വിട്ടുപിരിയാതെ അനുഗമിച്ചാൽ മാത്രമേ നമുക്ക് അവൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളത് ശബ്ദം കേട്ടാൽ നമുക്കറിയാം. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ആട്ടിടയൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്, ഇടയൻ്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്കിവിടെ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ട് അവനെ വിട്ടുപിരിയാതെ അവനെ അനുഗമിച്ചാൽ നമുക്ക് നിത്യജീവനിൽ ആയിരിക്കാനായിട്ട് സാധിക്കും. ഈ അവസരത്തിൽ പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ
ഏലിയ പ്രവാചനെക്കുറിച്ച് എലീശ പ്രവാചനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാനായിട്ടുള്ള ആ ഒരു സമയമായിരിക്കുകയാണ്. അപ്പോൾ എലീശ പ്രവാചകൻ ഏലിയാവിനെ വിട്ടുപിരിയാതെ കൂടെ തന്നെ കൂടെ തന്നെ നടക്കുകയാണ്. 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ്, നിൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയാവ് പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. ബേഥേലിലേക്ക് പോകുന്നുണ്ട്, എരിഹോവിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ യോർദാൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. പക്ഷേ ഈ പോകുന്നിടത്തെല്ലാം എലീശ കൂടെ തന്നെ പുറകെ വിട്ടുപിരിയാതെ പുറകെ നടക്കുകയാണ്. അപ്പം അവസാനം വന്നിട്ട് 7-ാം വാക്യത്തിൽ 2:7 ഒരു 6 മുതൽ വായിക്കാം. 6 മുതൽ 7 വായിക്കാം. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ്, നിൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേര് ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്ന് അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ പ്രവാചക ശിഷ്യന്മാർ 50 പേര് എതിരിൽ നിന്നു, ഇവർ 2 പേരും യോർദാൻ്റെ അരികെ മറ്റേ സൈഡിൽ നിന്നും. അപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. അപ്പോൾ യോർദാൻ കടന്ന് അവർ അക്കരെ എത്തി. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഈ എത്ര സ്ഥലത്ത് ഏലിയാവിൻ്റെ പുറകെ ഏലിയാവ് പോയിടത്തെല്ലാം ഏലിയാവിനെ വിടാതെ പിൻചെന്ന എലീശയോട് അവസാനം ഏലിയാവ് ചോദിക്കുകയാണ്, നിനക്ക് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു തരണം, നീ ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് എലീശ, നിൻ്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. അപ്പോൾ എലീശയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ദൈവം അഗ്നിരഥത്തിൽ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തത്. എലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, ഇസ്രയേലിൻ്റെ തേരും തേരാളിയും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ കൺമുമ്പിൽ ഇതെല്ലാം നടന്നു, ദൈവത്തെ നിലവിളിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവനെ കണ്ടതേയില്ല. അപ്പോൾ അവൻ തൻ്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിൻ്റെ മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരെ കടന്നു. അപ്പോൾ നമ്മളിവിടെ ഈ വിട്ടുപിരിയാതെ ദൈവത്തോടു കൂടെ, വചനത്തിലും ദൈവത്തോടു കൂടെ നമ്മളായിരിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ഭാഗം പറയുമ്പോൾ എലീശയുടെ വിശ്വാസം, എലീശ വന്നിട്ട് എങ്ങനെ വിട്ടുപിരിയാതെ കൂടെ നടന്ന അവസാനം ഏലിയാവിൻ്റെ പുതപ്പ് കിട്ടി. ആ പുതപ്പും കൊണ്ട് വെള്ളത്തിലടിച്ച് ഇക്കരെ കടന്നു. ഏലിയാവ് പിന്നെ ദൈവത്തിനായിട്ട് പ്രവർത്തിക്കുക, എലീശ പിന്നീട് ദൈവത്തിനായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ദൈവവചനം വിട്ടുപിരിയാതെ, ദൈവത്തെ വിട്ടുപിരിയാതെയുള്ള ഒരു ജീവിതാവസാനം വരെ നമ്മളത് കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവിനെ ചോദിച്ച എലീശ ഒരിക്കലും വിട്ടുപിരിയാതെ ഏലിയാവിനെ അനുഗമിച്ചു. അപ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തെ വിട്ടുപിരിയാതെ അവനെ പിന്തുടരുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും, ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിളിക്കുക, അല്ലാത്തപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കും. അത് ശരിയായ കാര്യമല്ലെന്നാണ് കർത്താവ് പറയുന്നത്.
യോഹന്നാൻ്റെ സുവിശേഷം 6:54 അവൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് പറയുന്നു. അതായത് നമുക്കറിയാം ഹോളി കമ്മ്യൂണിയനിൽ ഭക്ഷിക്കുന്നത് മൂലം നമുക്ക് നിത്യജീവന് നാം അവകാശികളായിത്തീരുന്നു. അതേപോലെ തന്നെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ രക്തവും മാംസം തിന്നുകയും അതിൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന തിരുവത്താഴം അഥവാ ഹോളി കമ്മ്യൂണിയൻ നമ്മൾ എടുക്കേണ്ടതെന്ന്. നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ പലരും രോഗികളായിട്ടും അതുപോലെ തന്നെ നമ്മൾ പ്രയാസത്തിലും കഷ്ടത്തിലും ഒക്കെ പെടുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നു കൊരിന്ത്യ ലേഖനത്തിൽ. അതായത് നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്കായി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മനസ്സിലത് സൂക്ഷിക്കണം എന്നുള്ളതാണ്. 1 യോഹന്നാൻ 5:9-11 നമ്മൾ വായിക്കുന്നത്, പുത്രനുള്ളവന് ജീവനുണ്ട്. അതായത് ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യം, ദൈവിക സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് നിത്യജീവനെ തന്നിരിക്കുന്നു എന്നുള്ളതാണ് അവൻ പറയുന്ന സാക്ഷ്യം. അപ്പോൾ നമ്മൾ അവൻ്റെ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൽ കൂടി നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ അതിന് അർഹരാണ്. നമ്മൾ അതിന് നിത്യജീവൻ പ്രാപിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ ദൈവത്തോടു കൂടി ആയിരിക്കാനും നമ്മുടെ ജീവിതം മരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു നിത്യജീവനുണ്ടെന്നും നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അതിന് പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. നിങ്ങൾ ഓരോരുത്തരും നിത്യജീവനെ അവകാശമാക്കി നമുക്ക് കർത്താവിൻ്റെ കൂടെ ദൈവവചനത്തോടൊപ്പം അവൻ്റെ വഴിയിൽ നടന്നുകൊണ്ട് അവനെ പ്രസാദിപ്പിക്കുമ്പോൾ നമുക്കാണ് ബെനിഫിറ്റ്. നമ്മൾ ഏറ്റവും സന്തോഷമുള്ളവരായി നമുക്ക് ഈ ജീവിതകം നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നവരെയും ദൈവത്തോടൊപ്പം ആയിരിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഒരു നല്ല ദിവസവും ഒരു നല്ല ഫ്യൂച്ചറും നേർന്നുകൊണ്ട് ഈ വചനത്തിൽ നിന്നും ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ടു ഓൾ. ബൈ.